ബിജെപി നേതാവ് ശ്രീ സന്ദീപ് വചസ്പതി ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വചസ്പതി, ADGP RSS കൂടിക്കാഴ്ച അത് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായാണ്, അതാണ് പൂരം കലക്കലിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണം അത് ഇപ്പോൾ നിൽക്കുന്നതിനിടയിലാണ് ഈ വരാഹിയുടെ പങ്കാളിത്തം, വരാഹി അനലിറ്റിക്സിന് വേണ്ടിയാണ് ADGP RSS നേതാക്കളെ കണ്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഈ വരാഹിയുടെ കോർഡിനേറ്റർ അഭിജിത്ത് നായർക്കൊപ്പം സുരേഷ് ഗോപി പൂരപ്പറമ്പിലേക്ക് ആംബുലൻസിൽ എത്തുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി VS രഞ്ജിത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി, വരാഹി ആസൂത്രണം ചെയ്ത ഒരു തന്ത്രമായി വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് പ്രതികരണം സന്ദീപ്? സത്യത്തിൽ എനിക്കിതൊക്കെ കേട്ടിട്ട് ഒരു കൗതുകമാണ് തോന്നുന്നത്. നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തെ ഇത്രയേറെ വില കുറച്ച് കാണരുത് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഈ തൃശ്ശൂരിലെ ജനങ്ങള്, കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വോട്ട് ചെയ്തത് ഈ ADGPയുമായി RSS കൂടിക്കാഴ്ച നടത്തിയത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ ഏത് സെൻസിലാണ് എടുക്കേണ്ടത്? സത്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിൽ ജനാധിപത്യത്തെ അവഹേളികളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ADGPയും RSSന്റെ ഏതെങ്കിലും ഒരു നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടന്നാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സ് മാറ്റാമെന്നുണ്ടെങ്കിൽ എന്ത് നന്നായിരുന്നു. അതെന്ത് മാജിക് വിദ്യയാണെന്ന് ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരൂ. അങ്ങനെ ഒരു വിദ്യ ഉണ്ടെങ്കിൽ ഞങ്ങൾ തൃശ്ശൂരിൽ മാത്രമേ പ്രയോഗിക്കില്ലല്ലോ. കേരളത്തിൽ ഞങ്ങൾക്ക് അത്യാവശ്യം ജയിക്കേണ്ട തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും പാലക്കാടും ആലത്തൂരും കാസർഗോഡും കോഴിക്കോടും ഒക്കെ ഞങ്ങൾ പ്രയോഗിക്കില്ലേ? ഞങ്ങൾ എന്തിനാണ് തൃശ്ശൂർ മാത്രമായി ചുരുക്കിയത്? സത്യത്തിൽ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് പിറകെ പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന് എന്ത് റെലവൻസ് ആണുള്ളത്? നമ്മൾ കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ, കേരളത്തിലെ എന്നല്ല മൊത്തത്തിൽ ജനാധിപത്യ സംവിധാനത്തെ നിങ്ങൾ ഇകഴ്ത്തരുത്. അങ്ങനെയാണോ കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്? RSSന്റെ നേതാവും ADGPയും തമ്മിൽ RSSന്റെ ഒരു ക്യാമ്പിൽ വെച്ച് 10, 15 അല്ലെങ്കിൽ 24 മണിക്കൂർ ആയിക്കോട്ടെ കൂടിക്കാഴ്ച നടത്തിയാൽ ഉടനെ കേരളത്തിലെ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ മനസ്സ് മാറുമോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഒരു വാർത്തയായിട്ട് പോലും ജനങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിച്ച് ചർച്ച ചെയ്യുന്നതിനെ പറ്റി എനിക്ക് സത്യത്തിൽ ഇളിഭ്യത തന്നെ തോന്നുകയാണ്. ശ്രീ സന്ദീപ് വചസ്പതി, ഇവിടെ RSSന്റെ മുതിർന്ന പ്രചാരകാണ് ജയകുമാർ ADGP MR അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. വരാഹി അനലിറ്റിക്സിന്റെ അഭിജിത്ത് സുരേഷ് ഗോപിക്കൊപ്പം ആംബുലൻസിൽ വന്നിറങ്ങുന്നത്, സേവാഭാരതിയുടെ ആംബുലൻസിലാണ് പൂരപ്പറമ്പിലേക്ക്. അന്ന് പൂരം കലങ്ങിയ വേളയിൽ പുലർച്ചെ ആദ്യം എത്തുന്ന നേതാവ് അല്ലെങ്കിൽ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ആദ്യം എത്തിയത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി വന്ന് നടത്തുന്ന ഇടപെടലുമൊക്കെ അന്ന് തന്നെ ചർച്ചയായതാണല്ലോ. ആ വരുന്നത് അഭിജിത്തിനൊപ്പമാണ്. അപ്പോൾ ഇത് അഭിജിത്തിന്റെ ആസൂത്രണമാണ് അല്ലെങ്കിൽ വരാഹിയുടെ ആസൂത്രണമാണ്. തെരഞ്ഞെടുപ്പിനായി ഈ ഒരു സാഹചര്യം കൂടി ഉപയോഗിക്കാൻ, പൂരം കലക്കിയ സാഹചര്യം ഉപയോഗിക്കാൻ വരാഹി തീരുമാനിച്ചു. അത് നടപ്പാക്കി. സുരേഷ് ഗോപിയെ അതിനായി കൃത്യമായി ഉപയോഗിച്ചു, അവിടെ ഇറക്കി. അതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. അതിലെന്താണ് പറയാനുള്ളത്? അപ്പൊ ആംബുലൻസ് വിട്ടുകൊടുത്ത സേവാഭാരതി അല്ലേ ആദ്യത്തെ ഗൂഢാലോചനക്കാര് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച്? ആരെങ്കിലും ഒരാളുടെ കൂടുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല സുജയ. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണ് അവിടെ സുരേഷ് ഗോപി വന്നിറങ്ങുമ്പോൾ നിരവധി മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയെ കണ്ടല്ലോ. അവരും കൂടെയാണ് സുരേഷ് ഗോപിയോടൊപ്പം വന്നെന്ന് എന്താ പറയാത്തത്? നിങ്ങൾ പറയുന്ന വരാഹി എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഏജൻസിയാണ്. അവർ കേരളത്തിന്റെ 120 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡേറ്റ ശേഖരണത്തിലും സോഷ്യൽ മീഡിയയിലെ ലൈവ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി BJP ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ്. അതിന്റെ പേര് മാത്രമാണ് വരാഹി എന്നുള്ളത്. ആ ഒരു ഏജൻസി ഉണ്ടായിരുന്നു. അവരാണ് എല്ലാ മണ്ഡലങ്ങളും 20 കാൻഡിഡേറ്റ്സിന്റെ കൂടെയും വരാഹിയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി വരുമ്പോൾ അതിന്റെ കൂടെ വരാഹിയിലെ ഒരു ചെറുപ്പക്കാരൻ കൂടെ വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അതിനകത്ത് നിങ്ങൾ എത്തിപ്പെടാമെന്ന കൺക്ലൂഷൻ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്.